നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ മോഹമുണ്ട്. ഞാൻ അവളുടെ മമ്മിയല്ലേ, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മാഷിനോട് സംസാരിച്ച് കല്യാണം ഉറപ്പിക്കാന്ന് വെച്ച് വന്നതാ. അച്ചൂട്ടി, കല്യാണം കഴിഞ്ഞ ആകാശിന് വീണ്ടും ഒരു കല്യാണം. കാലം പോയൊരു പോക്കേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. മാഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. പേര് രാജേശ്വരി. രാജി. രാജി, ക്ഷമിക്കണം. ആകാശിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും രാജിയും മകളും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ നടന്നൊരു പ്രശ്നം കാരണം ആകാശിന് എന്റെ പെങ്ങളെ മകളെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഈ നിൽക്കുന്ന ചാരുമോളെയാണ് ഇവൻ കല്യാണം കഴിച്ചത്. വേറൊന്നും വിചാരിക്കരുത്. ഇല്ല മാഷേ, ആകാശ് മാഷിന്റെ പെങ്ങളുടെ മോളെ കല്യാണം കഴിച്ച കാര്യം എനിക്കറിയാം. അറിയാന്നോ? എന്നിട്ടാണോ നിങ്ങൾ കല്യാണാലോചനയായിട്ട് വന്നത്? അതൊക്കെ തെറ്റല്ലേ? ഇതിലെന്താ തെറ്റുള്ളത് മാഷേ? ആകാശിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? മാഷേ, ഞാൻ കല്യാണം ആലോചിച്ചു വന്നത് ആകാശിനെ അല്ല, മാഷിന്റെ മൂത്ത മകൻ അരവിന്ദിന് വേണ്ടിയാ. അരവിന്ദനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല മാഷേ, കാര്യമായിട്ട് പറഞ്ഞതാ. അരവിന്ദിന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അരവിന്ദിനോടും അവന്റെ അമ്മയോടും സംസാരിച്ച് മാഷൊരു തീരുമാനം എടുക്കണം. അതെ, ഞങ്ങളോട് സമ്മതം ചോദിക്കാനൊന്നുമില്ല. എനിക്കും എന്റെ മോനും. വരട്ടെ, എടുത്തു ചാടണ്ട. അരവിന്ദന്റെ സ്വഭാവവും യോഗ്യത അറിഞ്ഞ ഇവരിപ്പോ ഈ ചോദിച്ചതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഓടിപ്പോവും. കുറച്ചേരം ആ വായിക്കൊന്ന് റെസ്റ്റ് കൊടുക്കുക. ക്ഷമിക്കണം. ആകാശിനെ പോലെ തന്നെ ആയിരിക്കും അരവിന്ദനെന്ന് വിശ്വസിച്ചായിരിക്കും നിങ്ങൾ വന്നത്. സ്വന്തം അച്ഛനൊരു മകനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണ്ട. ഇവനൊരു ജോലിയില്ല, ഒരു രൂപ വരുമാനവുമില്ല. അത് മാത്രമല്ല, കിട്ടുന്ന കാശെല്ലാം നശിപ്പിച്ചു കളയാൻ മാത്രമേ അവനറിയൂ. ഇവനിപ്പോ 4 നേരം ഭക്ഷണം കഴിക്കുന്ന പോലും എന്റെ കാശിനാ. ആ ഇവനെയാണോ നിങ്ങളെ മോളെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത്? മാഷേ, നമുക്ക് നിർത്താം. എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് ഈ കല്യാണം നടത്താതിരിക്കാൻ ശ്രമിക്കുകയാണോ? ഇവൻ മാഷിന്റെ മോൻ തന്നെയല്ലേ? ഇവന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിങ്ങൾക്ക് ആർക്ക് സഹിക്കുന്നില്ല അല്ലേ? എനിക്ക് സഹിക്കായിട്ടല്ല ഹേമേ. അരവിന്ദനൊരു നല്ല ജീവിതം കിട്ടുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇവരുടെ മകളുടെ ജീവിതം നശിച്ച് വെണ്ണീറാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾക്ക് ഇവനെ പറ്റി അറിയില്ല. എനിക്ക് അരവിന്ദിനെ പറ്റി എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കല്യാണം ആലോചിച്ചു വന്നത്. മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേട ഇലക്കാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇവനെ കല്യാണം കഴിച്ച നിങ്ങളെ മകൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ. ഒരു മിനിറ്റ് മാഷേ, മോളാ. ആ മോളെ, എത്തിയോ? ആ ശരി, ഞാനിവിടെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ശരി. അവളെത്തിയെന്ന്. എന്റെ മോളായതുകൊണ്ട് പറയല്ല മാഷേ, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. ആര് കണ്ടാലും
എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന പൊസിഷനിലാ. അവളെ മാഷ് കണ്ട ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. രമേശ് ചേട്ടാ, ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആ എന്താടാ നോക്കി നിൽക്കുന്നേ? കസേര എടുത്തിട്ട് കൊടുക്കണം. അയ്യോ മറന്നു അയ്യോ ഇരിക്കും മേഡം. മാഷേ, ഇതാണ് എന്റെ മോള് ശ്രേയ. ശ്രേയ രാജേശ്വരി. ചീഫ് എഞ്ചിനീയർ നിങ്ങളുടെ മോളാണോ? അതെ മാഷേ. ഇവളിവിടെ കുട്ടനാട്ടിലാ ജോലി ചെയ്യുന്നത്. മാഡം, നിങ്ങളുടെ ആകാശിന്റെ കൂടെ പഠിച്ചതാണോ? അതെ അങ്കിൾ. എന്നിട്ടെന്താ എന്നോട് പറയായിരുന്നു? അങ്കിളിന്റെ മകൻ ഇക്കാര്യം പറയാതിരിക്കുമ്പോ ഞാനായിട്ട് എങ്ങനെ പറയാനാ? ആകാശേ, എന്താ ഇതൊക്കെ? അങ്കിൾ, മനസ്സിന് ചെറിയൊരു മുറിവുണ്ടായ അത് അപ്പോഴേ വിട്ടുകളയണം. അത് പിന്നീട് ഓർത്തിരുന്ന മുറിവങ്ങ് പടർന്ന് സഹിക്കാൻ പറ്റാത്ത വേദനയോ. നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഒരു ഗുണവുമില്ലല്ലോ. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കാലോ. ഹേമ പറഞ്ഞതാ ശരി. മാഷേ, എന്റെ മകളെ കണ്ടില്ലേ? മാഷിനിപ്പൊ സമ്മതാണോ? ഷോ, മാഡത്തിനെ പോലെ ഒരു മരുമകളെ ഞങ്ങൾക്ക് കിട്ടിയ ഈ കുടുംബത്തിന്റെ അന്തസ്സ് ആകാശത്തോളം ഉയരത്തില്ലേ?